സ്ട്രെങ്ത് ആൻഡ് ഹോം എന്നാണ് പേര്. ഡോർവേ ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം ഡോർവേ പറയാനുള്ള സമയമൊന്നുമില്ല ഇനി നമുക്ക്. അപ്പോൾ ഞാൻ നോക്കിക്കോളാം. ഉണ്ണിക്കുട്ടൻ ഗോസ് ടു സ്കൂൾ, അതാണ് നമ്മുടെ കഥയുടെ പേര്. അപ്പം നോക്കാം. ഓക്കെ, നോക്കാം. ഹിയർ ഇസ് എ സ്റ്റോറി അബൌട്ട് എ യങ് ബോയ് ഓൺ ഹിസ് ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. അതായത് ഇവിടെ ഒരു ചെറിയ കുട്ടിയുടെ കഥയാണ്. അവൻ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന ഒരു ഡേയുടെ കഥ. ആ ഒരു ഡേ എങ്ങനെയാണ് എന്നുള്ള ആ ഒരു കുട്ടിയുടെ ആശയം ഞാൻ പറഞ്ഞുതരാം. ഒരു യങ് ബോയ് ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകുന്നു, അതിൻ്റെ കഥയാണ് ഇത്. ഇറ്റ് വാസ് എ ഡേ മെയ്ഡ് ഈവൻ മോർ മെമ്മറബിൾ ബൈ ദ റെയിൻ. അതായത് ആ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ മെമ്മറബിൾ ആക്കി, മഴ കാരണം കൂടുതൽ മെമ്മറബിൾ ആയ ഒരു ദിവസമായിരുന്നു. ലെറ്റ് us see what exciting experience await him. await means കാത്തിരിക്കുക, ഓക്കെ, അല്ലെങ്കിൽ കാത്തിരിക്കുന്നത്, അത് തന്നെ. അപ്പം എന്തൊക്കെയാണ് അവനെ കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് വായിച്ചു നോക്കാം. ഉണ്ണിക്കുട്ടൻ goes to school. When ഉണ്ണിക്കുട്ടൻ came trotting to the veranda. Trotting means ഓടുക, ഓക്കെ, ഓടുക. അവൻ ഇങ്ങനെ ഉണ്ണിക്കുട്ടൻ എന്താ വരാന്തയിലോട്ട് ഓടുകയാണ്. ലുക്കിംഗ് സ്മാർട്ട് ഇൻ ഹിസ് യൂണിഫോം. അവൻ്റെ യൂണിഫോമിൽ അവൻ ഭയങ്കര സ്മാർട്ടായിട്ട് ലുക്ക് ചെയ്തിരുന്നു. അമ്മ വാസ് ചേസിങ് ഹിം വിത്ത് എ ഹാഫ് ഫിനിഷ്ഡ് പ്ലേറ്റ് ഓഫ് ഉപ്പുമാവ്. അമ്മ അവനെ എന്ത് ചെയ്യായിരുന്നു, പിന്തുടരുന്നതായിരുന്നു. എന്തിനാ, ഒരു ഹാഫ് ഫിനിഷ് ചെയ്ത നമ്മളാണെങ്കിലും ഉപ്പുമാവ് ആർക്കും അങ്ങനെ വലിയ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല, എന്നാലും ചിലവർക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും. അപ്പം അങ്ങനെ പകുതി ഫിനിഷ് ചെയ്ത ഉപ്പുമാവുമായിട്ട് ഉപ്പുമാവിട്ടൊരു പ്ലേറ്റിലുമായിട്ട് അമ്മ അവനെ പിന്തുടരുകയായിരുന്നു. ഉണ്ണി കം ഓൺ ഫിനിഷ് ദിസ്. അപ്പോൾ അമ്മ ഇങ്ങനെ പറയാണ്, ഉണ്ണി ഇങ്ങ് വാ, നീ ഇത് ഫിനിഷ് ചെയ്യുക, ഇങ്ങനെ പറയാണ്. ബട്ട് ഉണ്ണിക്കുട്ടൻ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് മീൻസ് താല്പര്യം, ഓക്കെ, താല്പര്യം എന്നതാണ്. ഉണ്ണിക്കുട്ടന് താല്പര്യം ഇല്ലായിരുന്നു അതിൽ, നോട്ട് ഇൻട്രസ്റ്റഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. സോ അമ്മ ഗേവ് ഹിം എ ഗ്ലാസ് ഓഫ് വാട്ടർ to drink that would wash down the small quantity of ഉപ്പുമാവ് when he had kindly consented to eat. അതായത് അവൻ എന്താണ്, അങ്ങനെ അമ്മ അവനൊരു ഗ്ലാസ് വെള്ളം കൊടുത്തു. എന്തിനാണ്, ആ തിന്ന ഉപ്പുമാവെങ്കിലും ദഹിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. ഓക്കെ, വെള്ളം കുടിച്ചാൽ ദഹിക്കുമല്ലോ. അടുത്തത്, കുട്ടേട്ടൻ വാസ് വെയിറ്റിംഗ് ഇംപേഷ്യൻ്റ്ലി ഫോർ ഹിം. ഇംപേഷ്യൻ്റ്ലി മീൻസ് അക്ഷമനായി, അതായത് ഒരു ക്ഷമയും ഇല്ലാതെ, അതായത് കുറേ നേരം കൊണ്ട് കുട്ടേട്ടൻ വന്ന് കിടക്കുമായിരിക്കും. എടാ ഇങ്ങോട്ട് വാ ചെറുക്കാൻ, ഇറങ്ങി ഇങ്ങോട്ട്, ഇങ്ങനെയൊക്കെ പറയുമായിരിക്കും. ഹി ഹാഡ് ഓൾറെഡി ലിഫ്റ്റഡ് ഹിസ് സ്കൂൾ ബാഗ് ഓഫ് ദ നെയിൽ ഓൺ ദ വാൾ. അവൻ അങ്ങനെ വാളിൽ കിടന്ന നെയിലെന്ന്, വാളിൽ ഉണ്ടായിരുന്ന ആണി, ഇത് കണക്ക് താണി ഉണ്ടല്ലോ, ഇത് ആണിയിലാണ് ഞാനിപ്പോൾ ബോർഡ് തൂക്കിയിട്ടേക്കുന്നത്. അപ്പം ആണിയിൽ അവൻ്റെ ബാഗ് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു, അത് എടുത്തു. ആൻഡ് ഹങ് ഇറ്റ് ഓൺ ഹിസ് ഷോൾഡേഴ്സ്. എന്നിട്ട് അവൻ ഷോൾഡറിൽ തൂക്കി. പക്ഷേ ഓക്കെ, എന്നിട്ട് കുട്ടേട്ടൻ അവൻ്റെ ബാഗ് എടുത്ത് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഉണ്ണിക്കുട്ടൻ വാസ് നോട്ട് ഓൾ ഇനഫ് ടു ഡു ഇറ്റ്. എന്താണ്, അത്രയും പൊക്കത്തിൽ നിന്ന് എടുക്കാൻ വേണ്ടി അവന് കഴിയില്ല ഉണ്ണിക്കുട്ടന്. എന്താണ്, മുത്തശ്ശി ടുക്ക് ഹിസ് സ്കൂൾ ബാഗ് ഓഫ് ദ നെയിൽ ആൻഡ് ഹാൻഡഡ് ഇറ്റ് ടു ഹിം. അങ്ങനെ മുത്തശ്ശി എന്ത് ചെയ്തു, ആ നെയിലിൽ കിടന്ന ബാഗ് എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു. ഉണ്ണിക്കുട്ടൻ പ്ലേസ്ഡ് ദ ബാഗ് ഓൺ ദ ബെഞ്ച്, ഓപ്പൺഡ് ഇറ്റ് ആൻഡ് ഇൻസ്പെക്റ്റഡ് ദ കോണ്ടൻസ്. കോണ്ടൻസ് മീൻസ് സാധനങ്ങൾ. ഇൻസ്പെക്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരയുക, ഓക്കെ, അല്ലെങ്കിൽ നോക്കുക, തപ്പുക എന്നൊക്കെ പറയും. ഉണ്ണിക്കുട്ടൻ ആ ബാഗ് ഒരു ബെഞ്ചിൽ വെച്ചിട്ട് അവൻ അതിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ തപ്പി. യെസ്, ഹിസ് സ്കൂൾ കിറ്റ് വാസ് കംപ്ലീറ്റ് വിത്ത് ദ മലയാളം റീഡർ ഫോർ ദ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആൻഡ് ദ സ്ലേറ്റും അതുപോലെ തന്നെ അവൻ്റെ മലയാളം ടെക്സ്റ്റ് ബുക്കും എല്ലാം ബാഗിലുണ്ടായിരുന്നു. ദിസ് വാസ് ആക്ച്വലി ഉണ്ണിക്കുട്ടൻ സെക്കൻഡ് സ്ലേറ്റ് ഇൻ ലെസ് ദാൻ 2 weeks. അതായത് 2 ആഴ്ചയിൽ അവൻ്റെ രണ്ടാമത്തെ സ്ലേറ്റ് ആണിത്. അടുത്തത്, ദ ഫസ്റ്റ് ഹാഡ് സ്ലിപ്ഡ് ഫ്രം ഹിസ് ഹാൻഡ്സ് ആൻഡ് ബ്രോക്കൺ ടു പീസസ്. അതായത് ആദ്യത്തത് അവൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് അത് ചിതറിപ്പോയി. ഓക്കെ, അതായത് ഒരു മിനിറ്റ്, ചിതറിപ്പോയി. അടുത്തത്, ഉണ്ണിക്കുട്ടൻ ഹാഡ് ക്രൈഡ് ഹിസ് ഹേർട്ട് ഔട്ട് ഫോർ എ ന്യൂ വൺ. അതായത് അവൻ ഇങ്ങനെ കരഞ്ഞു, നല്ലതുപോലെ കരഞ്ഞു. എന്തിനു, ഒരു പുതിയ സ്ലേറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. വെൻ ഹി ഗോട്ട് ഇറ്റ് ഹി വാസ് എക്സ്ട്രാ കെയർഫുൾ വിത്ത് ഇറ്റ്. അവനത് കിട്ടിയപ്പം അവനതിന് എന്ത് ചെയ്യുമായിരുന്നു, നല്ലതുപോലെ നോക്കിയിരുന്നു. അതാണ് ഇന്നത്തെ കഥ. ഇനി കുറച്ചുകൂടെ 2 പാരഗ്രാഫ് കൂടെ ഉള്ളൂ. അത്
ഗൈസ്, അപ്പോൾ നമുക്ക് ആ 2 പാരഗ്രാഫ് കൂടെ അങ്ങ് പഠിക്കാം. എനിക്ക് എന്തായാലും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അടുക്കളാണില്ല, എനിക്ക് നോമ്പാണ്. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് നോക്കാം. 2 അല്ല കേട്ടോ, ഒരു 3-4 പേജുണ്ട്. സോറി, ഞാൻ വിചാരിച്ചു 2 പാരഗ്രാഫേ കാണുള്ളൂ. ഇനി 2 അല്ല കേട്ടോ, ഇച്ചിരി ഒരുപാടുണ്ട്. ഞാൻ ആക്ച്വലി പുറകിലോട്ട് അങ്ങോട്ട് ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ആ 2 പാരഗ്രാഫ് പഠിപ്പിക്കാനുള്ള മൂടൊക്കെ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുക, എനിക്ക് ഇഷ്ടമാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ബൈ.